നമ്മൾ പല ടൈപ്പ് അടകളും ഉണ്ടാക്കാറുണ്ടല്ലേ. പഴം വെച്ചും ചക്ക വെച്ചൊക്കെ അട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഐറ്റം വെച്ച് അട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. നല്ല ഹെൽത്തി അടയാണ്. ഇതിനായിട്ട് 1 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പൗഡർ ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് 1.5 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് ആദ്യം കുറച്ച് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു പകുതി വെള്ളം ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും ചുക്കും കൂടി ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് 3 സ്വീറ്റ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാഷ്യൂ, ബദാം, മുന്തിരി കുറച്ച് കൂടുതൽ നെയ്യിൽ ഫ്രൈ ചെയ്ത് ആ നെയ്യോടുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ ശർക്കര പാനീൻ്റെയും സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഒക്കെ വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇതുപോലെ വേണം കേട്ടോ. ഇത് സ്വീറ്റ് പൊട്ടറ്റോ അധികം കുക്കാവണ്ട, നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ചെറിയ ബോൾസാക്കി വാഴയിലയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ നമുക്ക് തേച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്യാൻ. എന്നിട്ട് നല്ലതുപോലെ മടക്കി ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ലൂസാക്കി വേണം കേട്ടോ പൊടി എടുക്കാൻ വേണ്ടി, എന്നാലേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ എണ്ണയോ നെയ്യോ എന്തായാലും കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ അടയും റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ അടയും സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂറാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ സാധാരണ പുഴുങ്ങിയല്ലേ കഴിക്കാറ്. ഈ മധുരക്കിഴങ്ങ് വെച്ച് പല ഐറ്റംസും നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. പായസമൊക്കെ ഇത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടയും കൂടി ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഞാനിതിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, നല്ല അലുവ പോലെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് അടയൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.